അന്ന് കിട്ടിയിട്ടുള്ള റെമ്യൂണറേഷനിൽ ഏറ്റവും കൂടുതൽ എത്രയായിരിക്കും? മാക്സിമം പോലെ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഒരു 15ന്റെ അടുത്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. 15 വരെ ആയിരിക്കും. ദിൽഹെ ഫാത്തിമയ്ക്ക് എത്ര? അല്ല, അതിന് കൂടുതൽ അത് എനിക്ക് എത്ര ഓർമ്മയില്ല. ഒരു 1000-2000 ഒക്കെ അത്രയൊക്കെ ആയിരിക്കും. എനിക്ക് അറിയില്ല കേട്ടോ, അതിന്റെ കറക്റ്റ് എനിക്ക് എമൗണ്ട് അറിയില്ല. അത് അവർക്ക് ഓർമ്മ ഉണ്ടോന്ന് എനിക്കറിയില്ല. കുറെ വർഷങ്ങളായില്ല, 10-20 വർഷമായില്ല അതൊക്കെ ചെയ്തിട്ട്. പിന്നെ അതുപോലെ വേറെന്തോ ഞാൻ പറയാൻ വന്ന, ഞാൻ മറന്നു എൻ്റെ അടുത്ത്. കുഴപ്പമില്ല, ആലോചിച്ച് പറഞ്ഞാൽ മറന്നുപോയി. ഇനി പറയുമ്പോ ഓർമ്മ വരുമായിരിക്കും. നമ്മൾ 15,000 കാര്യം പറഞ്ഞപ്പോഴാണ് എന്തോ ആലോചിച്ചു. ആണോ? അത് പറയുമ്പോയിരുന്നാ മറന്നുപോയി, സത്യമായിട്ട് മറന്നു. ഓക്കെ, കുഴപ്പമില്ല, നമുക്കത് റീകോൾ ചെയ്തെടുക്കാം. ഈ 15,000 രൂപ ഇപ്പൊ അതെ, ഞാൻ പറഞ്ഞു ക്യാഷിന്റെ കാര്യം പറഞ്ഞത്. അതിന്റെ കൂടെ തന്നെയായിരുന്നു ഇനോഗ്രേഷൻസ് ഉണ്ടായിരുന്നു. ഒരുപാട് ഇനോഗ്രേഷൻസ് ഇതുപോലെ മലപ്പുറം ഏരിയയിലേക്കായിരുന്നു. എനിക്ക് അത് കാസർഗോഡ് വരെ ഞാൻ പോയിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അങ്ങനെയും കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഇനോഗ്രേഷൻ ലക്ഷങ്ങളാണല്ലോ അന്നൊക്കെ 10-15 അതൊക്കെ തന്നെ വലിയ എമൗണ്ട്. പക്ഷേങ്കില് ആ ഇനോഗ്രേഷന് പോകുന്ന സമയത്താണ് നമ്മൾ വീണ്ടും കുറെ ആൾക്കാരെ കാണുന്നത്. സ്നേഹം കൂടുതൽ. ഇപ്പോഴല്ല നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി അറിയാൻ പറ്റുന്നത്. അന്ന് അങ്ങനെയല്ല. ഇതുപോലെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ, ഒരു കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ആൾക്കാരെ അറിയാൻ പറ്റും. എത്ര ഇനാഗുറേഷൻസ് ചെയ്തിട്ടുണ്ട്? ഇനാഗുറേഷൻസും കുറെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വർക്ക് വീട്ടിൽ ഇരിക്കുന്നവരെ ഞാൻ ചെയ്തിട്ടുണ്ട്, ഫുൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു 22 വയസ്സ് പിന്നെ ഒരു 24 വയസ്സിൽ കല്യാണം, ഇതിന്റെ ഇടയിലുള്ള 2 വർഷം എവിടെയായിരുന്നു? അല്ല, അതിനിടയ്ക്ക് ചെയ്യുന്നുണ്ട്, 1-2 ആൽബംസ് വെച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പോയി ചെയ്യാൻ ഇല്ല. പിന്നെ ആ സമയത്ത് സിനിമ ഒക്കെ പടം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് കുറെ 1-2 തമിഴ് പടമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഏൺ ചെയ്തതിലേ ഏറ്റവും ആഗ്രഹിച്ച് വാങ്ങിയത് അല്ലെങ്കിൽ വീട്ടിലേക്ക് വാങ്ങിയ ഒരു സാധനം എന്തായിരിക്കും? ഭയങ്കര ഫുൾഫിൽ ചെയ്തൊരു മൊമെന്റ് ഏതായിരിക്കും? എന്തായിരുന്നു, വീടിന്റെ നിലത്തിന്റെ ഒക്കെ ടൈലും അതൊക്കെ ചെയ്തത്. അതെനിക്ക് ഇപ്പോഴും ഒരു അഭിമാനം. ഞാനല്ലേ ചെയ്തതെന്ന് ഞാൻ എപ്പോഴും പറയും. പിന്നെ എനിക്ക് വേണ്ട ഓർണമെന്റ്സ്, ഗോൾഡ് ആണെങ്കിലും വളയും ചെയിനും കൊലുസും ഇതെല്ലാം ഞാൻ തന്നെ ചെയ്ത് ഞാൻ തന്നെ വാങ്ങിച്ചത്. കല്യാണത്തിനുള്ളത് മീൻസ് അങ്ങനെയല്ല, അല്ലാണ്ട് തന്നെ ഒരു 5-6 പവൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാക്കിയൊക്കെ അച്ഛനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ആ നമ്മുടെ പഴയ ലുക്ക് കാണാലോ, ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ നമ്മുടെ സുനിത ഫാത്തിമയായിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇതാരാ? ഞാൻ ഫാത്തിമയാ. ഇച്ച് ഭയങ്കര മൊഞ്ചായിക്കിന്. ശരിക്കുവേ ഭയങ്കര ചേഞ്ച് ആയിട്ടോ. കണ്ണാടി മാറി, പൊട്ട് മാറി, പിന്നെ തട്ടവും, പിന്നെ ഇവിടുത്തെ കുറച്ച് മുടിയും കൂടെ വന്നപ്പോഴത്തേക്ക് അത് അന്നത്തെ മെയിൻ സാധനമായിരുന്നു തോന്നുന്നു അല്ലേ? മിക്ക വീഡിയോസിലും ഈ നെറ്റിലേക്ക് ഇങ്ങനെ കിടക്കുന്ന മുടി ഉണ്ടാവും. പിന്നെ എനിക്ക് ഇവിടെ ഒരു മാർക്ക് ഉണ്ട്, അതായിരുന്നു ആൾക്കാർ കണ്ടുപിടിക്കുക. മാർക്കുണ്ട്. ശരി, പൊട്ട് മാറ്റിയപ്പോ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു മാർക്കുള്ള കുട്ടി. തട്ടിങ്ങനെ നിൽക്കാൻ ഞാനേ ഈ ഒന്ന് മേക്ക് ഓവർ ആവാൻ പോയ ടൈമില് ഞാൻ ചുമ്മാ കയറിയിട്ട് ഒന്ന് പാട്ട്, നെഞ്ചുക്കുള്ള നീതാനെ പാട്ട് കയറി നോക്കിയപ്പം ഇന്നലെ കമന്റ് ഇട്ടവര് 2 days ago, 1 day ago, 5 days ago, കറക്റ്റ് February 2 ഇത് കാണുന്നവരുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കമന്റ്. അതിനകത്ത് ലവ് ഫ്രം ശ്രീലങ്ക, ഇത് ഞാൻ അവിടെ കേട്ടോണ്ടിരുന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കമന്റ് ഉണ്ട്. അങ്ങനെ ദേശം മാറി ആരാധകര് വന്നിട്ടുണ്ടോ? ദേശം മാറി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പുറത്തുനിന്ന് എനിക്ക് കൂടുതൽ എൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കുന്നത് ഗൾഫുള്ള ഏരിയയിലുള്ള കുറെ ആൾക്കാരാണ്. അപ്പൊ ഇതുപോലെ ശ്രീലങ്ക അങ്ങനെയൊന്നും എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടില്ല. കമന്റ് സെക്ഷനിൽ ശ്രീലങ്ക, ലവ് ഫ്രം ശ്രീലങ്ക. എനിക്കെന്നാ ആ പാട്ടിനോട് ആയിരിക്കും കൂടുതലും, നമ്മളതിൽ അഭിനയിച്ചുകൊണ്ട് നമ്മളോടും ഇഷ്ടം. അതിലുപരി ആ പാട്ട് ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ എക്സ്പ്രഷൻ ഒന്ന് കിട്ടുമോ? ഞാൻ ഈ പോർഷൻ ഇതിനകത്ത് 2-3 പേര് കമന്റ് ഇട്ടേക്കുന്നത് 4.25 ദിസ് പോർഷൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഇട്ടിട്ടുണ്ട്, പൊതുജന താല്പര്യാർത്ഥം. നമുക്ക് അത് ഇട്ടോക്കാം. നമ്മൾ ആ ഫാത്തിമനെ കാണാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ അല്ലേ? റെഡി. എവിടുന്ന് എക്സ്പ്രഷനൊക്കെ വരുന്നത്? എവിടുന്ന് ഇത്ര നാണം വരുന്നത്? എനിക്കറിയില്ല. പിന്നെ ഈ സാധനം ഭയങ്കര മാസ്റ്റർപീസ് ആയിരുന്നു. ഇങ്ങനെ നോക്കുന്ന മനസ്സിന്റെ മണിയറയ്ക്കകത്തത് ഭയങ്കര ഇട്ടില്ലേ? പാടി ചെയ്യാൻ പറ്റുമോ മനസ്സിന്റെ മണിയറയില്? അല്ല, എനിക്ക് അത്ര പാട്ട് ഭയങ്കര റിസ്കാ. ഞാൻ കേട്ടതിനകത്ത് പാട്ട് പാടുവോ? അല്ല, പാട്ട് നമ്മള് ചെറുതായിട്ട് മൂളിപ്പാട്ടൊക്കെ പാടും, അങ്ങനെയൊക്കെ പാടും. ഏതെങ്കിലും സ്വന്തം പാട്ട് പാടി ഒരു എക്സ്പ്രഷൻ ഇട്ടൊന്ന് കാണാൻ പറ്റുമോ? ഒക്കെ റെഡി. ഒരു പൂ തന്നാൽ നീ എൻ്റെ കൂടെ പോരുമോ,
അത്രയൊക്കെ മതി. എന്നിട്ട് അവിടെ പാട്ട് കുറച്ചൊക്കെ കൂട്ടിയിട്ട് സൗണ്ട് കൂട്ടിയിടുന്നത്. എന്താ അല്ലേ ഇപ്പൊ ആ സമയത്ത് ഈ എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഈ തട്ടമിട്ട് അതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാരൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നിന്നിട്ടുണ്ട്. അത് മാത്രമല്ല ഈ അന്നത്തെ പാട്ടുകൾ ഇപ്പൊ അന്ന് കൂടുതൽ ഇങ്ങനെ മാപ്പിള സോങ്ങുകളാണല്ലോ നമ്മൾ ഈ ആൽബം സോങ് ആയിട്ട് ഇങ്ങനെ വരുന്ന മാപ്പിള പാട്ടുകൾ നമ്മളിങ്ങനെ ജൂബോക്സ് പോലുള്ളതിനകത്തൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന വിളിക്കുന്ന ഈ പാട്ടിടുന്ന ഇത് തന്നെ. പിന്നെ ഈ കമന്റിനകത്ത് ആൾക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട്, വലിയ ഒച്ചത്തിൽ ഈ പാട്ട് വെച്ചിട്ട് പുറത്തിറങ്ങി അയലത്തേരൊക്കെ കേൾക്കണുണ്ടോ, കേൾക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ, മാപ്പിള സോങ് അവര് ഈ കമന്റ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ വലിയ സ്പീക്കർ വെച്ചിട്ട് ഭയങ്കര സൗണ്ടില് ഇത് ഞങ്ങൾ പാട്ട് ഇങ്ങനെ കേൾക്കാന്ന് പുറത്തൊക്കെ നമ്മൾ കേൾക്കേണ്ടത് നാട്ടുകാരെ അറിയിക്കണമല്ലോ. കാരണം അന്നത്തെ കുറെ ഹിറ്റുകൾ ഉണ്ട് മാപ്പിള. ഇത് മുസ്ലിം സോങ്സ് തന്നെയാണ്. അതില് ആൾക്കാർ കൂടുതലും പഴയ സോങ് റീമിക്സ് ചെയ്തിട്ട് വരുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അന്നൊക്കെ അതായിരുന്നു കൂടുതൽ. അപ്പോൾ ഇത്രയും വലിയ അന്ന് സ്പീക്കറൊക്കെ ചില വലിയ വലിയ പൈസക്കാരുടെ കയ്യിലൊക്കെ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അവർ ഇത്രയും സൗണ്ടിലൊക്കെ പാട്ട് വയ്ക്കുമ്പോൾ നമ്മളൊരു കല്യാണ വീട്ടിലൊക്കെ പോയല്ലോ ഇത്രയും സൗണ്ടിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അതൊരു അഭിമാനത്തോടുകൂടി ഞങ്ങളെ പാട്ടുതാരങ്ങളൊക്കെ കേട്ടോ എന്നുള്ളൊരു ഇതിൽ വെക്കുന്നുണ്ടല്ലോ. ഞാനും ദിൽഹേ ഫാത്തിമ ടി വിയിൽ കാണുന്നത്, ഞാനൊരു ഷൂട്ടിന് പോയിട്ട് രാവിലെ തിരിച്ച് വീട്ടിലെത്തി. അപ്പം എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടൻ പറഞ്ഞാണ്, സുനിത നിൻ്റെ ഒരു ആൽബം പാട്ട് ഭയങ്കര ഹിറ്റായിട്ടുണ്ട്, ഫുൾ ടൈം ജൂ ബോക്സിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വേഗം പോയിട്ട് അന്ന് കേബിൾ വിഷനാണ് അവിടെ ചാനലിൽ, അപ്പോൾ അത് പോയി വെച്ച് നോക്കുമ്പോൾ അപ്പോഴും വന്ന സോങ്. അന്നാണ് നമ്മളും അഭിനയിച്ചൊക്കെ പോരുന്നല്ലേ ഉള്ളൂ, നമ്മളങ്ങനെ ഇരുന്ന് അങ്ങനെ കാണുന്നില്ല. അങ്ങനെ അന്നാണ് ഞാൻ ആ സോങ് അവിടെ കാണാം. അപ്പോഴും കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ വലിയൊരു പുതുമയൊന്നും തോന്നിയില്ല, കാരണം സാധാരണയൊക്കെ ചെയ്യുന്നില്ല. പക്ഷെ ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നതുകൊണ്ടാണ് നമ്മളത് കൂടുതൽ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതിന്റെ ബീറ്റ് ഒക്കെ ഭയങ്കര വ്യത്യാസം. അതെ, ഭയങ്കര. അത് എനിക്കൊന്ന് ഷാഫിക്കയുടെ തന്നെ ഒരു വലിയൊരു ഹിറ്റായിരുന്നു. ഷാഫിഖാന്റെ കൂടെ ചെയ്ത എല്ലാ വർക്കുകളും, ഷാഫിഖാന്റെ ഈ പാട്ടുകളല്ല, എല്ലാ വർക്കും ഭയങ്കര ഹിറ്റാണ്. ഓക്കെ, ആദ്യമായിട്ട് ഈ ടി വിയിൽ കാണുമ്പോൾ ഒരു ഇതെന്തായിരുന്നു ശരിക്കും? അഭിമാനം. കാരണം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ സ്വന്തമായിട്ട് ഇങ്ങനെ അഭിനയിച്ചിട്ടുള്ള? ഞാൻ ചെയ്യും. ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കണ്ണാടിൻ്റെ മുമ്പിലൊക്കെ പോയിട്ട് അഭിനയിക്കും, കരയുന്ന അഭിനയിക്കും, ചിരിച്ച് ഡയലോഗ് പറയുന്നതൊക്കെ. എനിക്ക് ഡയലോഗ് പറഞ്ഞ് ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ളൊരു കാര്യമായിരുന്നു. പക്ഷെ 1-2 വർക്കുകളൊക്കെ അങ്ങനെ സീരിയലൊക്കെ ചെയ്തപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ടായി. പിന്നെ ഞാനത് ചെയ്തു നോക്കും. അങ്ങനെ പിന്നെ നമ്മൾ കാണുമ്പോൾ, ഇപ്പോൾ എൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയപ്പോൾ ഫാമിലിയുടെ കൂടെ ഇരുന്ന് പോയി കാണുമ്പോൾ എനിക്കൊരു ചമ്മല. പക്ഷെ അതെനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് ഡബ് ചെയ്ത് ശ്രീജ ചേച്ചി ആയിരുന്നു പടത്തിൽ. അപ്പം നല്ല സൗണ്ടായിരുന്നല്ലോ. എൻ്റെ സൗണ്ടിൽ ഡബ് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് നമ്മൾ അഭിനയിച്ചാൽ മതി, പക്ഷെ അവർ നന്നായിട്ട് ഡബ് ചെയ്ത് അത് ഇവരെ കൂടെ ഇരുന്ന് കാണുമ്പം കുഴപ്പമില്ല, കൊള്ളാം എന്നുള്ളൊരു ഫീലായിരുന്നു. പിന്നെ അത് ടി വിയിൽ വരുമ്പോൾ ഇരുന്ന് കാണും. അപ്പോൾ ഇപ്പം ഇയാൾ ഈ അടുത്തൊക്കെ എൻ്റെ മോനൊക്കെ പടം കണ്ടേ, ഇപ്പം ചെറിയ ആള് എൻ്റെ റീൽസ് കാണും. അപ്പം ഞാൻ അവനിപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവനിപ്പോൾ നമ്മളെ കൊച്ചു കുട്ടികളെ പോലെ കൊച്ചു ടി വി കാണുമൊന്നുമില്ല. അതായത് ടി വിയിൽ കൊച്ചു ടി വി ഒന്നും വെച്ചു കൊടുത്താൽ അതൊന്നും ഒരു പാട്ട് മതി. പാട്ട് അവന് പാട്ടാ ഇഷ്ടം. പാട്ട് ഫുഡ് കഴിക്കുകയാണെങ്കിൽ അമ്മ പാട്ട് വെക്കുന്നത്. ഇപ്പം പാട്ടിൽ ടി വിയിൽ ഇങ്ങനെ പാട്ട് കഴിക്കും. അപ്പോൾ അവൻ പറയുന്നത് ആ നടി അമ്മ, അത് അമ്മയാണ്. കാരണം അവൻ എൻ്റെ ഫോണിൽ റീൽസ് കാണുമ്പോൾ ഞാനാണ്. അപ്പം ഇനിയിപ്പോൾ ഏതൊരു നടി അഭിനയിക്കും പാട്ട് പാടും അത് അമ്മയാന്ന് പറയാതെ. അവന് കുറച്ചും കൂടി ക്രേസ് ഉണ്ട് പാട്ടിലേക്ക്. ആണല്ലേ? അമ്മയുടെ ഒരു ഇത് കിട്ടാണ്ടിരിക്കില്ല അവന് ഓരോരിക്കും. മറ്റേ ആൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാക്കാനും ഇങ്ങനെ ഉണ്ടാക്കി ചെയ്യാനൊക്കെ ക്രാഫ്റ്റ് വർക്കുകളാണ്. അതിൻ്റെ കൂടെ പാട്ടൊക്കെ പാടും ആള്. അഭിനയിക്കാനും ഇഷ്ടമാണ്. അത് ഈ അടുത്താണ് ഞങ്ങൾ അറിഞ്ഞത്. ഒരു വർക്ക് വന്നപ്പം പോണം നിർബന്ധം. ഞങ്ങൾ പറഞ്ഞപ്പോൾ പോണ്ട, നല്ല വർക്ക് വരുമ്പോൾ ഇല്ല അമ്മ എനിക്ക് പോകണം. അപ്പോൾ രചേട്ടൻ പറഞ്ഞു അവൻ കണ്ടു പഠിക്കട്ടെ. പക്ഷെ അവൻ അതും ഇഷ്ടമാണ്.